പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള 5ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് 4 വീഡിയോ നൽകിയിട്ടുണ്ട്, അത് പോയി കാണണം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സിലബസ് ഗാന്ധിജി, നെഹ്റു, സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലികം എന്നീ വിഷയങ്ങളാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാര്? മനു ഭാക്കർ വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. 2023 കേരള സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഗ്രേസി. കൃതി പെൺകുട്ടികളും കൂട്ടരും. 2023 പുരസ്കാരമാണ്. 2024 ജൂലൈയിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരായിരുന്നു? ഗെയിൽസ്. ഗെയിൽസ് എഴുതുവാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദമേത്? കെറ്റിൽ. ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഡർബനിൽ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. ബെൽഗാം സമ്മേളനം 1924. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പത്രങ്ങൾ ഏതെല്ലാം? നവജീവൻ, യങ് ഇന്ത്യ. നവജീവൻ എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി ഭാഷയിൽ. യങ് ഇന്ത്യ എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷ്. യങ് ഇന്ത്യ എന്ന വാരികയുടെ മലയാളി എഡിറ്റർ ആരായിരുന്നു? ജോർജ് ജോസഫ്. ഓൾ ഇന്ത്യ ഹോം റൂളിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1920. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷം? 1925. സാഹിത്യോച്ചാടനം ലക്ഷ്യം വെച്ച് ഗാന്ധിജി 1932 ആരംഭിച്ച സംഘടന ഏത്? അഖിലേന്ത്യാ ഹരിജൻ സമാജം. സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷം? 1933. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KPR ഗോപാലൻ. ജാലിയൻവാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? കൈസർ ഇ ഹിന്ദ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? 168 ദിവസം. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? 1948 ജനുവരി 30. ഗാന്ധിജി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ബിർള ഹൗസ്, ഡൽഹി. ഗാന്ധിജി അവസാനമായി പറഞ്ഞ വാക്കെന്ത്? ഹെയ് റാം. ഗാന്ധിജിയെ വധിച്ചതാര്? നാഥൂറാം ഗോഡ്സെ. ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? കപൂർ കമ്മീഷൻ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഗാന്ധിജിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? രാജ്ഘട്ട്. പൂർണ്ണ സ്വരാജ് എന്ന നയം ആവിഷ്കരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ച്. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെഹ്റു ജനിച്ചതെന്ന്? 1889 നവംബർ 14. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയതാര്? ജവഹർലാൽ നെഹ്റു. നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് ഗെയിംസിന് നെഹ്റു നൽകിയ പുതിയ പേരെന്ത്? ഏഷ്യൻ ഗെയിംസ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു.
ഏത് വർഷമാണ് നെഹ്റുവിൻ്റെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? 1964. ഭയത്തിനും വെറുപ്പിനും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ സ്റ്റേഡിയം ഏത്? കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ആർക്ക് രാഷ്ട്രീയാഭയം നൽകിയ നെഹ്റുവിൻ്റെ നടപടിയാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചത്? ദലൈലാമ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ആകാശം അണഞ്ഞിരിക്കുന്നു, എങ്ങും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? മഹാത്മാഗാന്ധിയുടെ. നെഹ്റു മരിച്ചതെന്ന്? 1964 മെയ് 27. നെഹ്റുവിൻ്റെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ശാന്തിവനം. 2024 എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടക്കുന്നത്? 70ാമത്തെ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചാമ്പ്യന്മാർ ആരായിരുന്നു? വിയപുരം ചുണ്ടൻ. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. Please like and subscribe.